യവം പുലിയാണ് കേട്ടാ. ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലടാ. നമ്മുടെ പക്കാ ഫിസിക്സിന്റെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ സീരീസിന്റെ ഭാഗമായി നമ്മൾ അടുത്തൊരു വീഡിയോയിലോട്ട് കടക്കുവാണ് മക്കളെ. ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ 10ാം ക്ലാസ് ഫിസിക്സിലെ തന്നെ ഏറ്റവും കൂടുതൽ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്ററുകളിലൊന്നായ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലുള്ള എല്ലാ പോസിബിൾ ക്വസ്റ്റ്യൻസും നമ്മൾ ഒരൊറ്റ വീഡിയോയിൽ ക്ലിഞ്ചറായി തന്നെ പഠിക്കാൻ പോവാണ്. എല്ലാവരും ലൈക്ക് ചെയ്ത് തന്നെ വീഡിയോ കാണാൻ തുടങ്ങുക. എല്ലാ കുട്ടികളും, മിക്കവാറും മെജോറിറ്റി മക്കളും എൻ്റെയൊക്കെ ഫിസിക്സിൻ്റെ ലൈവ് ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞാൽ താഴെ ഇടുന്ന സ്ഥിരമായി ഇടുന്ന കമൻറ്റാണ്, സാറേ ഫിസിക്സിനകത്ത് ഒപ്റ്റിക്സിലുള്ള, അതായത് റിഫ്ലക്ഷനും റിഫ്രാക്ഷൻ എന്ന് പറയുന്ന 2 ചാപ്റ്റേഴ്സിനുള്ള ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് എത്രത്തോളം പ്രാക്ടീസ് ചെയ്തിട്ടും സെൽഫായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദ്യം വരുമ്പോൾ ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. അവിടെ സൈൻ കൺവെൻഷനിൽ ഞങ്ങൾക്ക് പ്രശ്നങ്ങൾ സംഭവിക്കുന്നു, ഇക്വേഷൻ എഴുതിയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ പ്രശ്നങ്ങൾ സംഭവിക്കുന്നു, സിംപ്ലിഫൈ ചെയ്യുമ്പോൾ പ്രശ്നങ്ങൾ സംഭവിക്കുന്നു. ആ പറയുന്ന പ്രശ്നങ്ങളെല്ലാം ഒരൊറ്റ വീഡിയോ കൊണ്ട് നമ്മളിതാ പരിഹരിക്കാൻ പോവാണ്. ഈ പറയുന്ന ചാപ്റ്റേഴ്സിന് വരാൻ സാധ്യതയുള്ള എല്ലാ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസിനും എൻ്റെ മക്കൾ ഇതാ ഉത്തരം എഴുതാൻ പോവാണ്. സോ അതിന് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ്ലി ഇരുന്നൊന്ന് കാണുക. അത്രമാത്രം നിങ്ങൾ ചെയ്താൽ മതി. സോ ഗൈസ്, ആദ്യം നമ്മൾ കടക്കാൻ പോകും നേരിട്ട് ചോദ്യങ്ങളിലോട്ടല്ല, മറിച്ച് ഈ ചാപ്റ്ററിൽ നിന്ന് ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്ന് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം, അതിനകത്ത് ഏതൊക്കെ ഫോർമുലാസ് ആണ് പഠിക്കേണ്ടത് എന്ന കാര്യം ഇനീഷ്യലി നമ്മളൊന്ന് മനസ്സിലാക്കിയെടുക്കാം. സോ ആദ്യം എന്ന് പറഞ്ഞു വെച്ചാൽ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ആൻഡ് ഇമേജ് ഫോർമേഷൻ എന്ന് പറയുന്ന ആദ്യത്തെ ഭാഗത്തിൽ നിന്ന് നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. എത്ര എണ്ണം പ്രതിബിംബങ്ങൾ ഉണ്ടാവും, അഥവാ നമ്പർ ഓഫ് ഇമേജസ് n എന്താ ഫോർമുല? 360/θ-1. ഇതാണ് ഫസ്റ്റ് ഫോർമുല എന്ന് പറയുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ എന്തായാലും എക്സ്പെക്ട് ചെയ്യാം. ഇതിലെപ്പോഴും നമ്പർ ഓഫ് ഇമേജസ് തന്നെ ചോദിക്കണമെന്നില്ല. ചില പരീക്ഷകളിൽ തീറ്റ കൂടി ചോദിക്കാം, ആംഗിൾ ചോദിക്കാം. സോ ഇത് 2 മാർക്കിനാണ് ഈ ഒരു പാറ്റേണിൽ നിങ്ങൾക്ക് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാവുന്നത്. ഈ ഫോർമുല മനസ്സിനകത്ത് ഉറപ്പിച്ച് വെച്ചോളൂ. അടുത്ത കാര്യം എന്ന് പറഞ്ഞു വെച്ചാൽ ശ്രദ്ധിക്കണം. അടുത്ത കാര്യം എന്ന് പറഞ്ഞു വെച്ചാൽ റേഡിയസ് ഓഫ് കർവേച്ചറും ഫോക്കൽ ലെങ്ത്തും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഫോർമുലയാണ് F=r/2. അതും നിങ്ങൾ പഠിക്കണം. സെക്കൻഡ് ഇക്വേഷൻ. ഇവിടെ പലരുടെയും തെറ്റ് സംഭവിക്കുന്നത് എവിടെയാണെന്ന് പറയട്ടെ. പലർക്കും തെറ്റ് സംഭവിക്കുന്നത് കോൺകേവ് മിറർ ആവുമ്പോൾ നിങ്ങൾ ഫോക്കൽ ലെങ്ത് പോസിറ്റീവിൽ എഴുതി വെക്കാറുണ്ട്. മക്കളെ, അത് തെറ്റാണ്. കോൺകേവ് മിറർ ആണെങ്കിൽ നിങ്ങൾ ഫോക്കൽ ലെങ്ത് ഏതിലാണ് എഴുതേണ്ടത്? നെഗറ്റീവിൽ തന്നെ എഴുതണം, ഒരു മാറ്റമില്ല. കോൺവെക്സ് മിറർ ആണെങ്കിൽ, ശ്രദ്ധിക്കുക, കോൺവെക്സ് മിറർ ആണെങ്കിൽ നിങ്ങൾക്ക് ഏതിൽ എഴുതാം? പോസിറ്റീവിൽ എഴുതാം. സോ ഇവിടെ പല ചോദ്യങ്ങളും അല്ലെങ്കിൽ മെജോറിറ്റി ചോദ്യങ്ങളിലും കോൺകേവ് മിററിൻ്റെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാനായിരിക്കും. അത് സൈൻ കൺവെൻഷൻ പ്രകാരം അത് എന്ത് തന്നെയാണ്? അത് നെഗറ്റീവ് തന്നെയാണ്. സോ അവിടെ നിങ്ങൾ തെറ്റുവരുത്താൻ പാടില്ല. ക്ലിയർ? അത് ഞാനൊന്ന് എടുത്തു പറയുകയാണ്, വേണമെങ്കിൽ എഴുതി തരാം. അതായത് കോൺകേവ് ആണെങ്കിൽ എഫ് എന്തായിരിക്കും? എഫ് നെഗറ്റീവ് ആയിരിക്കും. കോൺവെക്സ് ആണെങ്കിൽ എഫ് എന്തായിരിക്കും? എഫ് പോസിറ്റീവ് ആയിരിക്കും. അതിനി മാറിപ്പോരുത്. മിററിൻ്റെ കേസാണ്, റിഫ്ലക്ഷൻ അല്ലേ? സോ മിററിൻ്റെ കേസാണ്. ലെൻസിൻ്റെ കേസ് ഞാൻ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. എല്ലാം കൂടി ആകുമ്പോൾ നിങ്ങൾക്ക് കുഴഞ്ഞു പോകുന്നു കൊണ്ടാണ് ആദ്യം മിററിൻ്റെ കാര്യം ഡിസ്കസ് ചെയ്യുന്നത്. സോ കോൺകേവിൻ്റെ ഫോക്കൽ ലെങ്ത് എപ്പോഴും നെഗറ്റീവാണ്, കോൺവെക്സിൻ്റെ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അത് മനസ്സിൽ ആദ്യം ഉറപ്പിക്കുക, എന്നിട്ട് ഈ ഫോർമുല പഠിക്കുക. അടുത്ത എന്താണപ്പാ? നെക്സ്റ്റ് വൺ എന്ന് വെച്ചാൽ മിറർ ഫോർമുലയാണ്. എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും അറിയാം 1/f എന്താണ്? 1/u + 1/v. ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് മിറർ ഫോർമുല എന്ന് പറയും. ഇതിനകത്ത് നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവില്ല. ഇവിടെ നിന്ന് പക്ഷേ ഇത് ഡയറക്റ്റായി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന പോലെയല്ല. നമുക്ക് എഫ് കണ്ടുപിടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ 1/f ഒന്നുമല്ല വേണ്ടത്, മറിച്ച് എന്താണ്? uv / u + v. ഇതാണ് നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത്. ഇക്വേഷൻ നമ്പർ 3. ഇത് തേർഡ് ഇക്വേഷൻ ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യണം. ഇവിടെ ഓരോ പാരാമീറ്റേഴ്സും എൻ്റെ മക്കൾക്ക് അറിയേണ്ടതാണ്. അത് ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞുതരാം. ശ്രദ്ധിക്കടാ. യു എന്ന് പറഞ്ഞാൽ എന്താണ്? ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആണ്. വി എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ഇമേജ് ഡിസ്റ്റൻസ് ആണ്. വി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമേജ് ഡിസ്റ്റൻസ് ആണ്. ഈ കാര്യം കൂടി അറിയണം. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആണ് യു എന്ന് പറയുന്നത്, വി എന്ന് പറഞ്ഞാൽ ഇമേജ് ഡിസ്റ്റൻസ് ആണ്. അത് മനസ്സിൽ ഉറപ്പിക്കുക. അതിനനുസരിച്ച് സൈൻ കൺവെൻഷൻ പ്രകാരം വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. റെഡി? ഇനി ഒരു കാര്യം കൂടി നമുക്കിവിടെ പഠിക്കാനുണ്ട്. ഒരു കാര്യത്തിന് കൂടി നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്. അതെന്താണ്? അതാണ് നമ്മുടെ സ്വന്തം മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. മക്കളെ ശ്രദ്ധിക്കണം. മാഗ്നിഫിക്കേഷൻ്റെ ഫോർമുല M എന്താണ്? hi/h0 ആണ്. അതുപോലെ തന്നെ മറ്റൊരു ഇക്വേഷൻ കൂടിയുണ്ട്, -v/u എന്ന് പറയുന്നത്. ഇത് പഠിക്കണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. hi എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഓഫ് ഇമേജ് ആണ്, ഇമേജിൻ്റെ ഹൈറ്റ് ആണ്. ho എന്ന് പറഞ്ഞു വെച്ചാൽ ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് ആണ്, ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റാണ് HO എന്ന് പറയുന്നത്. ഈ 2 കാര്യങ്ങൾ അറിയണം. HI എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഓഫ് ദ ഇമേജ് ആണ്, HO എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ആണ്. അതറിഞ്ഞാൽ മാത്രമേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അടുത്തൊരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞുതരാം. ഇത് ഇക്വേഷൻ നമ്പർ എത്രയാണ്? ഇക്വേഷൻ നമ്പർ 4.
മാഗ്നിഫിക്കേഷൻ ഓറിയൻറ്റഡ് ആയ മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. സോ കാര്യം ഇതാണ്, മാഗ്നിഫിക്കേഷൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1 ഈക്വൽ ആണെങ്കിൽ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സെയിം സൈസ് ഓഫ് ഒബ്ജക്റ്റ് ആണ്. സെയിം സൈസ് ഓഫ് ഒബ്ജക്റ്റ് ആണ്. ഒബ്ജക്റ്റിൻ്റെ അതേ വലുപ്പമായിരിക്കും ആർക്കും ഉണ്ടാവുക, ഇമേജിനും ഉണ്ടാവുക. മാഗ്നിഫിക്കേഷൻ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിലോ അവിടെ ഉണ്ടാവുന്നത് ലാർജ് ഇമേജ് ആണ്. മാഗ്നിഫിക്കേഷൻ ലെസ് ദാൻ 1 ആണെങ്കിലോ അവിടെ ഉണ്ടാവുന്നത് സ്മോൾ ഇമേജ് ആണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കണം. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും പ്രധാനപ്പെട്ട കാര്യമാണ്, മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ഇമേജ് എന്ന് പറഞ്ഞാൽ റിയൽ ഇമേജ് ആണ്. മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ഇമേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെർച്വൽ ഇമേജ് ആണ്. റിയൽ ഇമേജുകൾ എപ്പോഴും എന്തായിരിക്കും? ഇൻവേർട്ടഡ് ആയിരിക്കും. വെർച്വൽ ഇമേജുകൾ എപ്പോഴും ഇറക്റ്റ് ആയിരിക്കും. സെറ്റ്. ഈ കാര്യം വ്യക്തമായി മനസ്സിലായില്ലേ? സംശയമില്ലല്ലോ. ഇതിൻ്റെ കൂടെ തന്നെ മറ്റൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞു തരട്ടെ. മറ്റൊരു കാര്യം കൂടി എപ്പോഴും പരീക്ഷകളിൽ റിപ്പീറ്റ് ചെയ്യുന്ന കാര്യമാണ്, ഒബ്ജക്റ്റിൻ്റെ അതേ വലുപ്പത്തിലുള്ള ഇമേജ് കിട്ടണമെങ്കിൽ ഒബ്ജക്റ്റ് എവിടെ പ്ലേസ് ചെയ്യണം? ഒബ്ജക്റ്റ് ഷുഡ് ബി പ്ലേസ്ഡ് അറ്റ് സി, അഥവാ സെൻറ്റർ ഓഫ് കർവേച്ചർ. അതുകൂടി ഈ ഒരു ചാപ്റ്ററിലെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസിന് ആവശ്യമായ ഫാക്ടറാണ്. സോ ഇത്രയും ഫോർമുലാസും ഇത്രയും കൺസെപ്റ്റുകളും മാത്രം മതി ഇതിനകത്തുള്ള ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ ചെയ്യാൻ വേണ്ടി. ഇനി നമുക്ക് ചോദ്യങ്ങളിലോട്ട് കടക്കാം മക്കളെ. ഇപ്പോൾ ഒരു കോൺഫിഡൻസ് വന്നില്ലേ? ഈ ഫോർമുലാസൊക്കെ എനിക്കിപ്പോൾ ഓക്കെയാണ്, ഇനി എനിക്ക് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ സാധിക്കുമോ എന്നൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവും. നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. റൈറ്റ്. ഞാൻ ഒരു കാര്യം തുടങ്ങുന്നതിന് മുൻപ് തന്നെ പറയാം, ഇതേ ചോദ്യം ഇതേ വാല്യൂസിൽ ഇതുപോലെ ആവർത്തിക്കുമെന്നല്ല ഞാൻ പറയുന്നത്. ഈ മോഡലിലുള്ള ചോദ്യങ്ങൾ മാത്രമേ പരീക്ഷയിൽ ആവർത്തിക്കത്തുള്ളൂ, അല്ലാതെ പുതിയൊരു മോഡ് ഓഫ് ക്വസ്റ്റ്യൻസ് അല്ല. ഈ പഠിച്ച ഫോർമുലാസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന തരത്തിൽ, ഈ പഠിച്ച കൺസെപ്റ്റുകൾ നിങ്ങൾക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഡയറക്റ്റ് ഹിറ്റ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് പരീക്ഷയിൽ വരിക. അവിടെ നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. സെറ്റ്. തുടങ്ങാം. ബാ. ഇഫ് 2 പ്ലെയിൻ മിറേഴ്സ് ആർ പ്ലേസ്ഡ് അറ്റ് ആൻ ആംഗിൾ 90 ഡിഗ്രി. രണ്ട് സമതല ദർപ്പണങ്ങൾ എത്ര ഡിഗ്രിയിലാണ് വെച്ചിരിക്കുന്നത്? 90 ഡിഗ്രിയിലാണ് വെച്ചിരിക്കുന്നത്. അവിടെ എത്ര പ്രതിബിംബങ്ങൾ ഉണ്ടാവും? വാട്ട് വിൽ ബി ദ നമ്പർ ഓഫ് ഇമേജസ് ഫോംഡ്? വളരെ ലളിതമായി ചെയ്യാൻ പറ്റുന്ന ഡയറക്റ്റ് ഹിറ്റ് ക്വസ്റ്റ്യനാണ്. പറഞ്ഞ കാര്യം തന്നെയാണ്. നമ്പർ ഓഫ് ഇമേജസ് ഈക്വൽ എന്താണ്? 360 ബൈ തീറ്റ മൈനസ് 1 ആണ്. സോ n ഈക്വൽ ടു 360 ബൈ തീറ്റ എത്രയാണ്? തീറ്റ എത്രയാണ് മക്കളെ? 90 ഡിഗ്രി അല്ലേ? സോ 90 മൈനസ് 1. സോ n ഈക്വൽ ടു 360 ബൈ 90 എത്രയാണ്? 4 ആണ്. സോ 4 മൈനസ് 1 ഈക്വൽ ടു 3. സോ ഉത്തരം എത്രയാണ്? 3 ആണ്. വളരെ വളരെ സിമ്പിളായി മനസ്സിലായില്ലേ? ഒരു തരി സംശയമില്ലാതെ മനസ്സിലായില്ലേ? ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? ഈ ചോദ്യം തന്നെ ശ്രദ്ധിക്കുക. ഈ ചോദ്യം തന്നെ നിങ്ങൾക്ക് എങ്ങനെ ചോദിക്കാമറിയോ? ഇതേ ചോദ്യം നിങ്ങൾക്ക് എങ്ങനെ ചോദിക്കാൻ അറിയോ? നേരെ തിരിച്ചും അവർ ചോദിക്കാം. ആ ഒരു എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ കൂടി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാൻ പോവാണ്. ശ്രദ്ധിക്കണം. ആ ഒരു എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം. സപ്പോസ് നമ്മളോട് നമ്പർ ഓഫ് ഇമേജസ് അല്ല അവർ പറഞ്ഞത്, അവരെന്ത് തന്നിട്ടുണ്ട്? അവർ നമ്പർ ഓഫ് ഇമേജസ് തന്നിട്ട് ആംഗിൾ കണ്ടുപിടിക്കാൻ പറഞ്ഞു എന്ന് വിചാരിക്കുക. എത്രയായിരിക്കും എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഉദാഹരണം, ഇഫ് ദ നമ്പർ ഓഫ് ഇമേജസ് ഈസ് 2, വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ മിറേഴ്സ്? ആ പറയുന്ന സമതല ദർപ്പണങ്ങൾക്കിടയിലുള്ള കോൺ വ്യത്യാസം എത്രയാണ് എന്ന രീതിയിൽ ചോദ്യം ചോദിക്കുകയാണ്. നമ്പർ ഓഫ് ഇമേജസ് അവർ എത്രയാണെന്ന് പറയുന്നുണ്ട്? 2 ആണെന്ന് പറയുന്നുണ്ട്. സോ അതിൻ്റെ ഉത്തരം എങ്ങനെ നമുക്ക് പോസിബിളി ചെയ്യാൻ പറ്റും? നിസ്സാരമാണ്. ഇതേ ഫോർമുലയാണ്. നോക്കണം. n ഈക്വൽ ടു നോക്ക് 360 ബൈ തീറ്റ മൈനസ് 1 ആണ്. എന്നിൻ്റെ വാല്യൂ അവർ എത്രയാണ് തന്നിട്ടുണ്ട്? 2 തന്നിട്ടുണ്ട്. സോ 2 ഈക്വൽ ടു 360 ബൈ തീറ്റ മൈനസ് 1. മൈനസ് 1 ഇങ്ങോട്ട് പോകുമ്പോൾ എത്രയാവും? 3 ഈക്വൽ ടു 360 ബൈ തീറ്റ എന്ന് വരും. therefore തീറ്റ ഈക്വൽ ടു 360 ബൈ 3 ഈക്വൽ എത്രയാണ്? 120 ഡിഗ്രി. സോ ഇത്തരം ചോദ്യങ്ങളും പരീക്ഷയിൽ എക്സ്പെക്റ്റ് ചെയ്യാം. അതായത് ഇതേ മോഡലിൽ ചോദ്യം എക്സ്പെക്ട് ചെയ്ത് പോരുത്, അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് ചോദിക്കാം. ഇവിടെ 90 ഡിഗ്രി ആണെങ്കിൽ എത്ര ഇമേജസ് എന്ന് പറഞ്ഞിട്ടുണ്ട്? 3 ഇമേജസ് ആണ്. സപ്പോസ് 2 ഇമേജുകൾ ഫോം ചെയ്യണമെങ്കിൽ എത്ര കോണ വ്യത്യാസത്തിൽ, എത്ര ആംഗിളിൽ 2 പ്ലെയിൻ മിറേഴ്സ് പ്ലേസ് ചെയ്യണം? അതിൻ്റെ ഉത്തരം എത്രയാണ്? 120 ആണ്. ക്ലിയർ അല്ലേ? വ്യക്തമായി മനസ്സിലായോ? സോ 2 ഡയമെൻഷൻസിൽ ഞാൻ ഈ ചോദ്യം നിങ്ങൾക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. രണ്ടും മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ് വൺ, when an object is placed in front of a concave mirror at a distance of 60 cm, an image is obtained on the screen at a distance of 30 cm from the mirror. Find the focal length. ചോദ്യം വായിക്കുമ്പോൾ പലർക്കും കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അത് ഞാൻ ഇപ്പം തന്നെ ക്ലാരിഫൈ ചെയ്ത് തരാം കേട്ടോ. ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. ആ ഒബ്ജക്റ്റ് ഒരു കോൺകേവ് മിററിൻ്റെ മുന്നിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അവർ പറയുന്നുണ്ട് 60 സെൻറ്റിമീറ്റർ മുന്നിൽ. സോ ഞാൻ ചിത്രം വരച്ച് കാണിച്ചു തരട്ടാ. കുറച്ചുകൂടി നന്നാവുമെന്ന് വിചാരിക്കുന്നു. ഒന്ന് ശ്രദ്ധിക്കുക. ചിത്രം വരച്ച് കാണിച്ചു തന്നു വെച്ചാൽ പിന്നെ ഒരിക്കലും നിങ്ങൾക്കിത് മറന്നു പോലാന്ന് എനിക്ക് തോന്നുന്നു. സോ അതുകൊണ്ട് ഞാനൊരു ചിത്രം വരച്ചു തരാം. ഇത്രയും തിക്നെസ് പോരാ. റൈറ്റ്, മിറർ അല്ലേ? ഓക്കെ, ഇതാണ് നമ്മുടെ കോൺകേവ് മിറർ എന്ന് വിചാരിക്കുക. സോ ആദ്യം നമ്മൾ വരയ്ക്കേണ്ടത് എന്താണ്? നിങ്ങൾ എക്സാമിന് ചിത്രം വരയ്ക്കണമെന്നില്ല കേട്ടോ.
ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി വരയ്ക്കുവാണ് കേട്ടോ. ഓക്കെ, കോൺകേവ് മിറർ വരച്ചു, പ്രിൻസിപ്പൽ ആക്സിസ് വരച്ചു. ഓക്കെ അല്ലേ? സോ ഇതാണ് നമ്മുടെ പോൾ എന്ന് പറയും. എല്ലാം ഞാൻ മാർക്ക് ചെയ്ത് തരാം കേട്ടോ. ഇതാണ് പോൾ എന്ന് പറയുന്നത്. സപ്പോസ് ഇതാണ് ഫോക്കസ് ആയിട്ട് എടുക്കാം, ഇത് സെൻറ്റർ ഓഫ് കർവേച്ചർ ആയിട്ട് എടുക്കാം. ഓക്കെ, ശരിക്കും ഇതിൻ്റെ ഒന്നും ഇവിടെ ആവശ്യമില്ല. ഈ സെൻറ്റർ ഓഫ് കർവേച്ചറിൻ്റെയോ ഫോക്കസിൻ്റെയോ ഒന്നും ആവശ്യം, നമുക്ക് ആ ഡിസ്റ്റൻസ് അവർ പ്രോപ്പർലി പറഞ്ഞിട്ടുണ്ട്. അത് മാത്രം ഇവിടെ നോട്ട് ചെയ്താൽ മതി. ശ്രദ്ധിക്കടാ, ഒരു ഒബ്ജക്റ്റ്, ഒരു വസ്തു ഒരു കോൺകേവ് മിററിൻ്റെ മുന്നിൽ 60 സെൻറ്റിമീറ്റർ അകലെയായി പ്ലേസ് ചെയ്തിട്ടുണ്ട്. സോ ഞാനൊരു ഒബ്ജക്റ്റിനെ വരയ്ക്കട്ടെ. ഞാനൊരു അന്തസ്സായിട്ട് ഞാനൊരു ഒബ്ജക്റ്റിനെ വരയ്ക്കുവാണ്. ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഒബ്ജക്റ്റ് എത്ര ദൂരം അകലെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്? യെസ്, 60 സെൻറ്റിമീറ്റർ അകലത്തിലാണ് ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ശ്രദ്ധിക്കുക, ഈ ഒബ്ജക്റ്റിൻ്റെ ഡിസ്റ്റൻസ് എത്രയാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്? 60 സെൻറ്റിമീറ്റർ ആണെന്ന് അവരെടുത്തു പറഞ്ഞു. ഞാൻ ആ കാര്യം ഇവിടെ വരയ്ക്കുവാണ്. സോ ഇറ്റ് ഈസ് 60 സെൻറ്റിമീറ്റർ. അത് ഓക്കെ അല്ലേ? ആദ്യത്തെ കാര്യം വ്യക്തമായി മനസ്സിലായില്ലേ? ഒരു തരി സംശയമില്ലല്ലോ, ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? അടുത്ത കാര്യം നോക്കണം. An image is obtained on the screen at a distance of 30 centimeter from the mirror. ഒരു ഇമേജ് സ്ക്രീനിൽ ലഭിച്ചു. ഞാൻ വീണ്ടും എടുത്തെടുത്ത് പറയാനുള്ള കാര്യം അവിടെ നോട്ട് ചെയ്യേണ്ട പോയിന്റാണ്. ഇമേജ് എവിടെയാണ് ലഭിച്ചത്? സ്ക്രീനിലാണ് ഇമേജ് ലഭിച്ചത്. സ്ക്രീനിൽ ലഭിക്കുന്ന ഇമേജുകൾ എന്ത് ഇമേജാണ് മക്കളെ? റിയൽ ഇമേജുകളാണ്. സ്ക്രീനിൽ ലഭിച്ച ഇമേജുകളെല്ലാം എന്താണ്? റിയൽ ഇമേജാണ്. സോ ഒരു റിയൽ ഇമേജ് ഫോം ചെയ്തു എന്ന കാര്യം, യഥാർത്ഥ പ്രതിബിംബം രൂപീകരിക്കപ്പെട്ടു എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അത് എത്ര ദൂരം അകലെയാണ് രൂപീകരിക്കപ്പെട്ടത്? 30 സെൻറ്റിമീറ്റർ അകലെയാണ്. സോ റിയൽ ഇമേജുകൾ കോൺകേവ് മിററിൽ എവിടെയാണ് ഫോം ചെയ്യുക? ഇടതുഭാഗത്തല്ലേ? സോ ഇടതുഭാഗത്ത് 30 സെൻറ്റിമീറ്റർ അകലെ എന്ത് ഫോം ചെയ്തു? ഒരു ഇമേജ് ഫോം ചെയ്തു എന്ന് വിചാരിക്കുക. ഇടതുഭാഗത്ത് 30 സെൻറ്റിമീറ്റർ അകലെ ഒരു ഇമേജ് ഫോം ചെയ്തു എന്ന് വിചാരിക്കുക. ഹിയർ കംസ് ദ ഇമേജ്. ഇതാണ് നമ്മുടെ ഇമേജ് എന്ന് വിചാരിക്കുക. അതെവിടെയാണ്? 30 സെൻറ്റിമീറ്റർ അകലെയാണ്. സോ ഈ ഒരു ഡിസ്റ്റൻസ് ഞാൻ എടുക്കേണ്ടത് എഗെയിൻ അതുപോലെ തന്നെയാണ്. എത്രയാണ്? 30 സെൻറ്റിമീറ്റർ. 30 സെൻറ്റിമീറ്റർ. ഓക്കെ അല്ലേ? അത് നമ്മുടെ ഒബ്ജക്റ്റ് ആണ്. സോ ഒബ്ജക്റ്റ്, സോ നമുക്ക് പേര് വേണമെങ്കിൽ കൊടുക്കാം. പേര് കൊടുക്കാൻ നിർബന്ധമൊന്നുമില്ല, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി ഇത് ഒബ്ജക്റ്റ് ആണ്, ഇത് ഇമേജ് ആണ്. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസും ഇമേജ് ഡിസ്റ്റൻസും ചോദ്യത്തിനകത്ത് നൽകിയിട്ടുണ്ട്. ഓക്കെ റൈറ്റ്. കണ്ടുപിടിക്കുന്നത് എന്താണ്? ഫോക്കൽ ലെങ്ത് ആണ് കണ്ടുപിടിക്കുന്നത്. സോ വി ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് എഫ്. ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കണം. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇവിടെയൊക്കെ തെറ്റുപറ്റുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളെ നോട്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആദ്യം നിങ്ങൾക്ക് തെറ്റുപറ്റുന്ന സെഗ്മെൻറ്റ് ഞാൻ പറഞ്ഞുതരാം. യുവും ബിയും എഴുതുമ്പോഴാണ് തെറ്റുപറ്റുക. യു ഈക്വൽ ടു ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. ഈ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു ആക്സിസ് കൺസിഡർ ചെയ്യുക. നമ്മൾ മാത്സിലൊക്കെ നിങ്ങൾ വരയ്ക്കുന്ന അതേ ആക്സിസ് തന്നെയാണ്. നോക്കണം, എന്താ നമ്മൾ പറയുക? ഇത് പോസിറ്റീവ് എക്സ് ആക്സിസ് ആണ്, ഇത് നെഗറ്റീവ് എക്സ് ആക്സിസ് ആണ്. പോസിറ്റീവ് വൈ ആക്സിസ് ആണ്, നെഗറ്റീവ് വൈ ആക്സിസ് ആണ്. ഇങ്ങനെയല്ലേ നമ്മൾ പഠിക്കാറുള്ളത്? ആ എക്സും വൈ ഒക്കെ ഒന്ന് മാറ്റിക്കേടാ. ആ എക്സും വൈ ഒക്കെ ഒന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ വെച്ചാൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും? യെസ്, റൈറ്റ് സൈഡിലോട്ടുള്ളത് പോസിറ്റീവാണ്, ഇടതുഭാഗത്തോട്ടുള്ളത് നെഗറ്റീവാണ്, മുകളിലോട്ടുള്ളത് പോസിറ്റീവാണ്, താഴോട്ടുള്ളത് നെഗറ്റീവാണ്. അത് മനസ്സിലാക്കിയല്ലോടാ, അത്രയേ ഉള്ളൂ. സോ ഇവിടെ നിന്ന് ഇങ്ങോട്ടെടുക്കുന്ന മെഷർമെൻറ്റുകളെല്ലാം എന്താണ്? നെഗറ്റീവാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടെടുക്കുന്ന മെഷർമെൻറ്റുകളെല്ലാം എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അതൊന്ന് മനസ്സിൽ ഉറപ്പിക്കുക. സോ ഇവിടെ ഒബ്ജക്റ്റിൻ്റെ ദൂരവും ഇമേജിൻ്റെ ദൂരവും ഒക്കെ നമ്മൾ എവിടെ നിന്ന് എടുക്കുക? പോളിൽ നിന്ന് ഇങ്ങോട്ടാണ് മെഷർ ചെയ്യുക. സോ അവയെല്ലാം എന്താണ്? അക്കോർഡിംഗ് ടു കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ എല്ലാം നെഗറ്റീവ് ആയിരിക്കും. ക്ലിയർ അല്ലേ? സോ രണ്ടും നമുക്ക് നെഗറ്റീവിൽ തന്നെ എഴുതാൻ നോക്കടാ. സോ -60 സെൻറ്റിമീറ്റർ ആണ് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുക. ഇമേജ് ഡിസ്റ്റൻസ് എത്രയാണ്? -30 സെൻറ്റിമീറ്റർ. ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്ക് എല്ലാവർക്കും അറിയാം. എഫ് ഈക്വൽ എന്താണ്? യു വി ഡിവൈഡഡ് ബൈ യു പ്ലസ് വി ആണ്. യു എത്രയാണ്? -60 ആണ്. വി എത്രയാണ്? -30 ആണ്. യു പ്ലസ് വി എത്രയാണ്? -60 -30. റെഡി അല്ലേ? പ്ലസ് വന്നു, ഇവിടെ പ്ലസ് ആണ്. പക്ഷെ നിങ്ങൾക്കറിയാം വി എത്രയാണ്? -30 ആയതുകൊണ്ട് മൈനസ് ഡയറക്റ്റ് ആയിട്ട് എഴുതി. പ്ലസും മൈനസും മൈനസ് അല്ലേ? അറിയുന്ന കാര്യം എന്ന് വിചാരിക്കുന്നു. നോക്കടാ, 3 6 18. സോ 1800 ഡിവൈഡഡ് ബൈ -90. 9ഉം 18ഉം ക്യാൻസൽ ചെയ്താൽ 2 ആണ്. 0 0 ക്യാൻസൽ ആയിപ്പോയി. ബാക്കിയുള്ളത് എത്രയാണ്? -20 സെൻറ്റിമീറ്റർ. സോ ഫോക്കൽ ലെങ്ത് നമുക്ക് എത്ര ലഭിച്ചു മക്കളെ? ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ -20 സെൻറ്റിമീറ്റർ. ഇത് ഈ രീതിയിൽ വ്യക്തമായി തന്നെ എഴുതണം. ക്ലിയർ അല്ലേ? ഒരു ചോദ്യം കണ്ടു കഴിഞ്ഞാൽ അത് എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്നും അതിലേത് ഫോർമുല യൂസ് ചെയ്യണമെന്നും അതിലേത് സൈൻ കൺവെൻഷൻ യൂസ് ചെയ്യണമെന്നും എന്ന് വ്യക്തമായി ധാരണ വന്നില്ലേ? ഒരു കോൺഫിഡൻസ് വന്നോടാ. പലരും ഇത് ഡയറക്റ്റായി തന്നെ എഫ് ഈക്വൽ യു വി ഡിവൈഡ് ബൈ യു പ്ലസ് വിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാറുണ്ട്. അവിടെ കാര്യങ്ങൾ എങ്ങനെയാണ് വന്നത് എന്നതിൽ നിങ്ങൾക്കൊരു വ്യക്തത വന്നില്ലേ? ഒരു തരി സംശയമില്ല, ഒരു കോൺഫിഡൻസ് വന്നോ മക്കളെ? വന്നിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോഴും വന്ന ആൾക്കാർ ഒന്ന് ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യണം. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. അടുത്ത ചോദ്യം നിങ്ങളെ വേണ്ടി കാത്തിരിപ്പുണ്ട്. വെൻ ആൻ ഒബ്ജക്റ്റ് ഓഫ് ഹൈറ്റ് 5 സെൻറ്റിമീറ്റർ ഈസ് പ്ലേസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 12 സെൻറ്റിമീറ്റർ ഇൻ ഫ്രണ്ട് ഓഫ് എ കോൺകേവ് മിറർ, എ റിയൽ ഇമേജ് ഈസ് ഫോംഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 24 സെൻറ്റിമീറ്റർ.
അടിപൊളിയാണ്. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെയാണ്, ഇപ്പോൾ നമുക്ക് കിട്ടിയതുപോലെ തന്നെ സിമ്പിളായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ്, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ്. അതേ ഫിഗർ നിങ്ങൾ ഇവിടെ ഇമാജിൻ ചെയ്യുക, അതേ ഫിഗർ നിങ്ങൾ ഇമാജിൻ ചെയ്ത് ഗിവൺ ഡാറ്റാസ് എൻ്റെ മക്കളൊന്ന് ആലോചിച്ച് പറയണം. സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും. നോക്കടാ, എല്ലാ മക്കളും ഒന്ന് ആലോചിച്ച് പറയണ, മുഴുവൻ മക്കളും ഒന്ന് ആലോചിച്ച് തന്നെ ഗിവൺ ഡാറ്റ പറയണടാ. ശ്രദ്ധിക്കുക. മലയാളം ഉണ്ടോ? യെസ്, മലയാളം തീർച്ചയായും ഉണ്ട്. മലയാളം നിങ്ങൾ വായിച്ചാൽ മതി. ഞാൻ ഇംഗ്ലീഷ് വായിച്ച് മലയാളത്തിൽ അർത്ഥം പറയാം, അതല്ലേ കുറച്ചുകൂടി കൺവീനിയൻറ്റ്. യെസ്, ഒരു ഒബ്ജക്റ്റിൻ്റെ ഉയരം എത്രയാണ്? 5 സെൻറ്റിമീറ്റർ എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഒബ്ജക്റ്റിൻ്റെ ഉയരത്തിന് ഏത് വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുക? HO = 5 സെൻറ്റിമീറ്റർ. അപ്പം നിങ്ങളുടെയൊക്കെ മനസ്സിൽ സാറേ നെഗറ്റീവും പോസിറ്റീവും ഇടണ്ടേ? തീർച്ചയായും അത് നമുക്ക് കൺസിഡർ ചെയ്യണോടാ. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, സൈൻ കൺവെൻഷൻ ഞാൻ എൻ്റെ മക്കൾക്ക് പറഞ്ഞു തന്ന കാര്യമാണ്, ശരിയല്ലേ? പറഞ്ഞു തന്ന കാര്യമാണ്. എങ്ങനെയാണ് സൈൻ കൺവെൻഷൻ വരുന്നതെന്ന് ആലോചിച്ചെടുത്തേടാ. യെസ്, ഇങ്ങോട്ട് പോസിറ്റീവ്, ഇങ്ങോട്ട് നെഗറ്റീവ്, മുകളിലോട്ട് പോസിറ്റീവ്, താഴോട്ട് നെഗറ്റീവാണ്. സോ ഒബ്ജക്റ്റ് എപ്പോഴും പ്ലേസ് ചെയ്യുന്നത് ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. ഇതുപോലെയല്ലേ ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്യുക. സോ ഒബ്ജക്റ്റിൻ്റെ ഉയരം എന്ന് പറഞ്ഞാൽ മുകളിലോട്ട് തന്നെയല്ലേ. സോ അവിടെ എന്തായിരിക്കും? അത് പോസിറ്റീവ് തന്നെയല്ലേ. സോ 5 സെൻറ്റിമീറ്റർ പോസിറ്റീവായിട്ട് തന്നെ എഴുതിയാൽ മതി, നെഗറ്റീവ് വേണ്ട. അടുത്തത് നെക്സ്റ്റ് വൺ. ഇതൊക്കെ പലർക്കും അറിയില്ല, എല്ലാവരും അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പോവാറാണ് പതിവ്. അതിൻ്റെ കാരണമാണ് ഞാനിപ്പോൾ ബോധിപ്പിച്ചത് കേട്ടോ. അടുത്തത്, ദ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 12 സെൻറ്റിമീറ്റർ. നമ്മുടെ വസ്തു വെച്ചിരിക്കുന്നത് കോൺകേവ് മിററിൽ നിന്ന് 12 സെൻറ്റിമീറ്റർ അകലെയാണ്. സോ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 12 സെൻറ്റിമീറ്റർ ആണോ? അല്ല, ഇടതുഭാഗത്താണ്, മിററിൻ്റെ മുന്നിലാണ്. സോ ഇടതുഭാഗത്താവുമ്പോൾ അവിടെ ഒരു മൈനസ് സൈൻ ഇടാൻ മറക്കുമോ? അങ്ങനെ മറക്കരുത്. അടുത്തത്, ഇമേജ് എവിടെയാണ് ഫോം ചെയ്ത് നോക്കടാ. ഇമേജ് എവിടെയാണ് ഫോം ചെയ്തത്? റിയൽ ഇമേജ് ഈസ് ഫോംഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 24 സെൻറ്റിമീറ്റർ. എടുത്തു പറയേണ്ട കാര്യം, റിയൽ ഇമേജ് ആണ്, യഥാർത്ഥ പ്രതിബിംബമാണ്. യഥാർത്ഥ പ്രതിബിംബം എപ്പോഴും ഇടതുഭാഗത്തല്ലേ ഫോം ചെയ്യുക? സ്ക്രീനിൽ പതിപ്പിക്കാൻ സാധിക്കുന്ന പ്രതിബിംബം, യഥാർത്ഥ പ്രതിബിംബം, റിയൽ ഇമേജ് ഓർ ദ ഇമേജ് ക്യാൻ ബി ഒബ്റ്റൈൻഡ് ഓൺ ദ സ്ക്രീൻ എന്ന് പറഞ്ഞാൽ അത് രണ്ടും ഇടതുഭാഗത്ത് ഫോം ചെയ്യുന്ന ഇമേജുകളാണ്. സോ ഇവിടെയും ഇടതുഭാഗത്തായിരിക്കും. സോ വി എത്രയാണ്? -24 ആണ്, -24 സെൻറ്റിമീറ്റർ. ക്രിസ്റ്റൽ ക്ലിയറായി മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അടുത്തത് എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? കാൽക്കുലേറ്റ് ദ മാഗ്നിഫിക്കേഷൻ. മലയാളത്തിൽ എന്താ പറയുക? ആവർധനം കണ്ടുപിടിക്കുക. മാഗ്നിഫിക്കേഷൻ്റെ ഇക്വേഷൻ എൻ്റെ മക്കൾക്ക് ഞാൻ പറഞ്ഞു തന്ന കാര്യമല്ലേ? എന്താണ്? M - V/U. അതെന്താ സാറേ -V/U എടുത്തത്? സാറ് കുറച്ച് മുമ്പ് പറഞ്ഞതല്ലേ M HI/H0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. എടാ മക്കളെ, ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പ്രശ്നമില്ല. പക്ഷെ നമ്മുടെ കയ്യിൽ H0 മാത്രമല്ലേ ഉള്ളൂ, HI ഇല്ലാലോ. പക്ഷെ നമ്മുടെ കയ്യിൽ വിയും യുവും ഉണ്ട്. അതിനാലത്തെ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാമല്ലോ. തീർച്ചയായും ഉപയോഗിക്കാം. സോ അതുകൊണ്ടാണ് ഞാൻ ആ ഇക്വേഷനാണ് ഉപയോഗിക്കുന്നത്. ശ്രദ്ധിക്കണം. സോ -V എത്രയാണ്? -24 ആണ്. യു എത്രയാണ്? -12 ആണ്. മൈനസും മൈനസും എന്തായിട്ട് മാറും? പ്ലസ് ആയിട്ട് മാറും. സോ 24/-12. സോ M നോക്കടാ, 24/-12 എത്രയാണ് മക്കളെ? -2 ആണ്. സോ മാഗ്നിഫിക്കേഷൻ നമുക്ക് എത്ര ലഭിച്ചു? -2 എന്ന് ലഭിച്ചു. ക്ലിയർ അല്ലേ? ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? ഒന്നാമതായിട്ട് അവർ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് മാഗ്നിഫിക്കേഷൻ അല്ലേ? അത് നമുക്ക് -2 എന്ന് കിട്ടി. അടുത്തത്, ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ ഇമേജ്. പ്രതിബിംബത്തിൻ്റെ ഉയരം എത്രയാണ് എന്നതാണ് അടുത്ത ചോദ്യം. അതിന് നമുക്ക് ഈ ഫോർമുല യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കടാ. ഫോർമുല എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. M HI/H0. കണ്ടുപിടിക്കേണ്ടത് HI ആണ്. എന്താ ഇക്വേഷൻ? M × H0 ചെയ്യാം. M എത്രയാണ്? -2. H0 എത്രയാണ്? ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് എത്രയാണ്? 5. കിട്ടുന്ന ഉത്തരം -10 സെൻറ്റിമീറ്റർ. പ്രശ്നമില്ല, -10 എഴുതിയാലും പ്രശ്നമില്ല. കാരണം എന്തുകൊണ്ടാണ് മൈനസ് വന്നത്? ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. ഇമേജ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? തലകീഴായ റിയൽ ഇമേജ് ആണ്. റിയൽ ഇമേജുകളെല്ലാം തലകീഴായിരിക്കും. താഴോട്ടുള്ള സൈൻ എന്താണ്? നെഗറ്റീവ് അല്ലേ? അതുകൊണ്ടാണ് എന്തായിട്ട് വരുന്നത്? മൈനസിൽ വരുന്നത്. സോ -10 സെൻറ്റിമീറ്റർ എന്ന് എഴുതിയാലും പ്രശ്നമില്ല. ഓർ എൽസ് ഹൈറ്റ് നമുക്കിവിടെ ഇത് എഴുതിയിട്ട് ഇങ്ങനെ എഴുതുന്നതാണ് കേട്ടോ. ഓർ എൽസ് ഹൈറ്റ് = 10 സെൻറ്റിമീറ്റർ എന്ന് പോസിറ്റീവായിട്ട് എഴുതിയാലും പ്രശ്നമില്ല. സോ -10 എഴുതിയാലും പ്രശ്നമില്ല. ഓർ എൽസ് 10 സെൻറ്റിമീറ്റർ എന്ന് എഴുതിയാലും പ്രശ്നമില്ല. പക്ഷേ 10 സെൻറ്റിമീറ്റർ എഴുതുന്നതിന് മുൻപായിട്ട് ഇവിടെ -10 കിട്ടി എന്നുള്ള കാര്യം നിങ്ങൾ തെളിയിക്കണം. എന്നിട്ട് ഫൈനൽ ആൻസർ 10 എഴുതിയാലും മാർക്ക് കിട്ടും. കാര്യം മനസ്സിലായില്ലേ? വ്യക്തമായി മനസ്സിലായില്ലേ? സംശയമില്ലാരോടാ. റൈറ്റ്. അടുത്ത സി ക്വസ്റ്റ്യൻ ഉണ്ട്. ബേസ്ഡ് ഓൺ ദ മാഗ്നിഫിക്കേഷൻ ഹൗ ക്യാൻ വി പ്രെഡിക്റ്റ് വെദർ ദ ഇമേജ് ഫോംഡ് ഈസ് ഇറക്റ്റ് ഓർ ഇൻവേർട്ടഡ്. മാഗ്നിഫിക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ, ഇവിടെ മാഗ്നിഫിക്കേഷൻ -2 ആണ്. മാഗ്നിഫിക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾക്ക് ലഭിച്ച ഇമേജ് എന്ന് പറയുന്നത്, പ്രതിബിംബം എന്ന് പറയുന്നത് ഇറക്റ്റ് ആണോ ഇൻവേർട്ടഡ് ആണെന്ന് എങ്ങനെ മനസ്സിലാക്കാം? നിവർന്നതാണോ തലകീഴായിട്ടുള്ളതാണോ എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാം? നമ്മൾ പറഞ്ഞ കാര്യമാണ് മക്കളെ, ശ്രദ്ധിക്കണം. മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആണെങ്കിൽ ഇമേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിയൽ ഇമേജ് ആണ്. റിയൽ ഇമേജുകൾ എപ്പോഴും എന്തായിരിക്കും? തലകീഴായിട്ടുള്ളവയായിരിക്കും.
സെറ്റ്. വ്യക്തമായി മനസ്സിലായില്ലേ? ഈ ചോദ്യം ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയ ചോദ്യം മനസ്സിലായോടാ? ഇതിനകത്ത് ഇനി ഒരു സംശയവും നിങ്ങൾക്കില്ലാലോ? അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കുന്നു. പലർക്കും ഇത്തരം ചോദ്യങ്ങൾ ചെയ്യാനറിയാം സാറേ, പക്ഷെ ഇപ്പോഴാണ് എനിക്ക് അതിൻ്റെ ബേസ് കൺസെപ്റ്റുകൾ മനസ്സിലായിട്ടുള്ളത് എന്ന് തോന്നുന്ന പലരും ഉണ്ടാവില്ലേ ഈ ഒരു സെഗ്മെൻറ്റ് എത്തുമ്പോൾ? സാർ ഈ ചോദ്യമൊക്കെ സാർ ഇപ്പോൾ പറഞ്ഞു തന്നില്ലെങ്കിൽ ഞാൻ എങ്ങനെയൊക്കെ പ്രൊസീഡ് ചെയ്ത് ഉത്തരത്തിലോട്ട് എത്തിക്കും, പക്ഷേ ഇനി ഇതുപോലെ ഏത് ചോദ്യം വന്നാലും എന്നെക്കൊണ്ട് ആൻസർ ചെയ്യാൻ പറ്റും എന്ന ലെവലിലോട്ട് നിങ്ങളെ മാറ്റിയത് അതാണ് എൻ്റെ അൾട്ടിമേറ്റ് എയിം. അല്ലാതെ ഈ ചോദ്യങ്ങൾ ഇതുപോലെ വന്നാൽ എഴുതാൻ ആർക്ക് വേണം? ഇപ്പോൾ ഞാൻ 4ാം ക്ലാസ്സിൽ കുട്ടിക്ക് മക്കളെ ഇത് വന്നാൽ ഇങ്ങനെ എഴുതുക എന്ന് പറഞ്ഞാൽ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റും. പക്ഷേ മക്കളെ ഈ ലെവലിൽ ഈ മോഡലിൽ ഏത് പാരാമീറ്റേഴ്സ് ഉപയോഗിച്ച് ഏത് വാല്യൂസ് വരുന്ന ചോദ്യങ്ങളാണെങ്കിലും നിങ്ങൾ ചെയ്യാൻ നിങ്ങൾ ക്യാപ്പബിൾ ആവണം. സോ അതിനാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ക്വസ്റ്റ്യൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടോ. അടുത്ത ചോദ്യം, മാഗ്നിഫിക്കേഷൻ ഓഫ് ദ ഇമേജ് ഫോംഡ് ഈസ് -1. മാഗ്നിഫിക്കേഷൻ എത്രയാണെന്ന് അവർ പറയുന്നുണ്ട്? മാഗ്നിഫിക്കേഷൻ ഈക്വൽ ടു -1 ആണെന്ന് പറയുന്നുണ്ട്. വാട്ട് ഈസ് ദ നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ് ഇൻ ദ മാഗ്നിഫിക്കേഷൻ? വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ്, മലയാളം ഉണ്ട് കേട്ടോ. ഓക്കെ, ആവർധനം നെഗറ്റീവ് ആവുന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആവുന്നത് എന്താണ് മക്കളെ? അത് റിയൽ ഇമേജ് ആണ്. റിയൽ ഇമേജസ് എല്ലാം ഇൻവേർട്ടഡ് ആയിരിക്കും. ക്ലിയർ അല്ലേ? വ്യക്തമായി മനസ്സിലായി. അടുത്ത്, വാട്ട് ഈസ് മാഗ്നിഫിക്കേഷൻ? എന്താണ് മാഗ്നിഫിക്കേഷൻ അല്ലെങ്കിൽ ആവർധനം എന്ന് പറഞ്ഞു വെച്ചാൽ മാഗ്നിഫിക്കേഷൻ ഈക്വൽ ടു HI/H0 ആണ്. ഇറ്റ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ഹൈറ്റ് ഓഫ് ദി ഇമേജ് വിത്ത് റെസ്പെക്ട് ടു ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ആണ്. അതായത് നമ്മുടെ പ്രതിബിംബത്തിൻ്റെ ഉയരം ഡിവൈഡഡ് ബൈ വസ്തുവിൻ്റെ ഉയരം, ആ റേഷ്യോ, ആ അനുപാതത്തെയാണെന്ന് പറയുക ആവർധനം അഥവാ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുക. ഓറൽസ് മിറർ ആയതുകൊണ്ട് -V/U എന്നുകൂടി നമുക്ക് എഴുതാം. അടുത്ത, ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് മിറർ യൂസ്ഡ്. ഏതു മിററാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്? ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് മിറർ യൂസ്ഡ്. എൻ്റെ മക്കളും മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് 2 മിററിൻ്റെ ഇമേജ് ഫോർമേഷനെ വിശദമായി പഠിക്കാനുള്ളൂ. പ്ലെയിൻ മിറർ വിട്ടേക്ക്, ശരി, 3 മിറേഴ്സിൻ്റെ ഇമേജ് ഫോർമേഷൻ പഠിക്കാനുണ്ട്. ഏതൊക്കെയാണ് മക്കളെ? പ്ലെയിൻ മിറർ ഉണ്ട്, കോൺകേവ് ഉണ്ട്, കോൺവെക്സ് ഉണ്ട്. റൈറ്റ്, ഇതാണ് 3 മിറേഴ്സ് എന്ന് പറയുന്നത്. ഞാൻ 3 1 2 3 ഇടാം. റൈറ്റ്, 1 2 3. ഈ 3 മിറേഴ്സിൻ്റെ ഇമേജ് ഫോർമേഷൻ പഠിക്കാനുണ്ട്. ഇവിടെ ഉണ്ടായ ഇമേജ് ഏത് ഇമേജാണ്? ഇറ്റ് ഈസ് എ റിയൽ ഇമേജ്. മാഗ്നിഫിക്കേഷൻ -1 ആണെങ്കിൽ അവിടെ ഉണ്ടായ ഇമേജ് എന്ന് പറഞ്ഞാൽ റിയൽ ഇമേജ് അല്ലേ? ഏത് മിററാണ് മക്കളെ റിയൽ ഇമേജ് ഫോം ചെയ്യുക? റിയൽ ഇമേജ് ഫോം ചെയ്യുന്നത് ഒരേ ഒരു മിറർ മാത്രമാണ്. അത് ഏത് മിറർ മാത്രമാണ്? അത് ഈ കാണുന്ന കോൺകേവ് മിറർ മാത്രമേ റിയൽ ഇമേജ് ഫോം ചെയ്യത്തുള്ളൂ. പക്ഷെ വെർച്വൽ ഇമേജ് ഏത് മിറർ ഫോം ചെയ്യാം? വെർച്വൽ ഇമേജ് പ്ലെയിൻ മിററും കോൺകേവ് മിററും കോൺവെക്സ് മിററും വെർച്വൽ ഇമേജ് ഫോം ചെയ്യും. പക്ഷേ റിയൽ ഇമേജ് ഫോം ചെയ്യുന്നത് ആരു മാത്രമാണ്? കോൺകേവ് മിററും മാത്രമാണ്. റെഡി? ഇവിടെ നോക്കടാ, മാഗ്നിഫിക്കേഷൻ -1 ആണ്. സോ അത് റിയൽ ഇമേജ് ആയിരിക്കും. അത് ആരായിരിക്കും ഫോം ചെയ്യുക? കോൺകേവ് മിററാണ്. അടുത്ത കാര്യം, ഒരു കാര്യം കൂടി ഇൻ അഡീഷൻ ടു ദ ക്വസ്റ്റ്യൻ ഞാൻ പറയുവാണ്. ഇവിടെ -1 ആണ്. സോ മോഡുലസ് ഓഫ് M എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 1 ഈക്വൽ ആണ്. ശരിയല്ലേ? മോഡുലസ് -1ൻ്റെ മോഡുലസ് എടുത്താൽ എത്രയാണ്? 1 ആണ്. മാഗ്നിറ്റ്യൂഡ് മാത്രം എടുത്താൽ എത്രയാണ്? 1 ആണ്. 1 ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇമേജ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സെയിം സൈസ് ഓഫ് ഒബ്ജക്റ്റ് ആയിരിക്കും. സൈസ് ഓഫ് ഒബ്ജക്റ്റിൻ്റെ അതേ വലുപ്പമുള്ള ഇമേജാണ് ഇവിടെ ഫോം ചെയ്തത്. അതുകൂടി ഒന്ന് മനസ്സിലാക്കുക. മറ്റൊരു കാര്യം കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ ഒബ്ജക്റ്റിൻ്റെയും ഇമേജിൻ്റെയും സ്ഥാനം എവിടെയായിരിക്കും? 1 വന്ന സ്ഥിതിക്ക് അത് ഒരേ വലുപ്പമുള്ള ഇമേജും ഒബ്ജക്റ്റുമാണ്. അങ്ങനെ ഫോം ചെയ്യണമെങ്കിൽ എവിടെ കൊണ്ടുപോയി വെച്ചാലേ ഒരേ വലുപ്പമുള്ള ഇമേജും ഒബ്ജക്റ്റും ഫോം ചെയ്യുക? ഒബ്ജക്റ്റും ഇമേജും ഫോം ചെയ്യുക. സിയിൽ കൊണ്ടുപോയി പ്ലേസ് ചെയ്യണം. ദ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് C, സെൻറ്റർ ഓഫ് കർവേച്ചറിലായിരിക്കും. ഒരു ചോദ്യം ചെയ്ത സമയത്ത് അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കിപ്പോൾ മനസ്സിലായില്ലടാ? ഒരു തരി സംശയമില്ലാലോ? ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും വിശദമായി എൻ്റെ മക്കൾക്ക് മനസ്സിലായില്ലേ? ഒരു സംശയവുമില്ലാലോ? അടുത്ത ചോദ്യത്തിലോട്ട് കടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റിനിലോട്ട് കിടക്കുന്നുണ്ട്. എനിക്കറിയാം കുറച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ സാവധാനത്തിൽ വേണം ഇത്തരം ചോദ്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ. ധൃതി പിടിച്ചൊന്നും ചെയ്താൽ തെറ്റാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുമ്പോഴും ആ ഒരു സാവധാനം ഞാൻ കീപ്പ് ചെയ്യുന്നത്. പൊതുവെ ലൈവ് ക്ലാസ്സുകൾ, ഇപ്പോൾ ഇന്നലെ എടുത്ത ലൈവ് ക്ലാസ്സുകളാണെങ്കിലും നിങ്ങൾക്കറിയാം ഞാൻ വളരെ സ്പീഡായിട്ട് 30 ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാണ്. അപ്പോൾ എനിക്ക് ഇത്രയും റിലാക്സ്ഡ് മോഡിലല്ല, കാരണം 2 സബ്ജക്റ്റുകളൊക്കെയാണ് ഒരു ദിവസം ലൈവ് എടുക്കുന്നത്. സോ ധൃതി പിടിച്ച് പല കാര്യങ്ങൾ പല ചോദ്യങ്ങൾ നിങ്ങളിലോട്ട് എത്തിക്കണം. സോ ആ ഒരു ധൃതി നമുക്ക് അവിടെ പ്രകടമാവുന്നുണ്ടാവും. പക്ഷേ ഇവിടെ എനിക്ക് ആ ധൃതിയില്ല. വീഡിയോൻ്റെ ഡ്യൂറേഷൻ കൂടുതലല്ലാണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. സോ കാമായിട്ടാണ് ഓരോ കാര്യങ്ങളും പറയുന്നത്. നിങ്ങളൊന്ന് കൂടെ നിന്നാൽ മാത്രം മതി. റൈറ്റ്, ഒബ്സർവ് ദ ഫിഗർ ആൻഡ് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്.
എന്തൊക്കെയാണ് ബ്ലാങ്ക്സ്? മലയാളത്തിലൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. യെസ്, ആദ്യം യു കണ്ടുപിടിക്കണം, ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കണം, വി കണ്ടുപിടിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ചോദ്യത്തിൽ നിന്ന് കണ്ടുപിടിക്കാം. നിസ്സാരമായി കണ്ടുപിടിക്കാം. ചോദ്യം ഒന്ന് നോക്കാം. യു കണ്ടുപിടിക്കണം, ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കണം, വി കണ്ടുപിടിക്കാം. ഓരോന്നും നമുക്ക് കണ്ടുപിടിക്കാം. ശ്രദ്ധിക്കുക, ഒരു പ്രശ്നമില്ല, ഓരോന്നായിട്ട് കണ്ടുപിടിക്കാം. ആദ്യം ഇതാണ് നമ്മുടെ ചിത്രം. ഇതെന്ത് മിററാണ്? ഇതൊരു കോൺകേവ് മിററാണ്. ഒബ്ജക്റ്റ് എവിടെയാണ്? ഇതാ ഒബ്ജക്റ്റ് കാണാൻ പറ്റുന്നുണ്ട്. ഒബ്ജക്റ്റ് മുകളിൽ കാണുന്നതാണ് ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എത്രയാണ്? 60 സെൻറ്റിമീറ്റർ ആണ്. എൻ്റെ മക്കളെ, നിങ്ങൾക്ക് എഴുതാൻ പറ്റുമല്ലോടാ, നിസ്സാരം എഴുതാൻ പറ്റുമോ? യു എത്രയായിരിക്കും? -60 സെൻറ്റിമീറ്റർ. പ്രശ്നമുണ്ടോടാ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ നിങ്ങൾക്ക്? ഇല്ലാലോടാ. ഇടതുഭാഗത്തല്ലേ ഒബ്ജക്റ്റ് ഉള്ളത്, ഇങ്ങോട്ടുള്ളത് നെഗറ്റീവ് അല്ലേ. സോ -60 സെൻറ്റിമീറ്റർ ആണ് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അടുത്തത് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കണം. നിസ്സാരമായി കണ്ടുപിടിക്കാം. ഇമേജ് ഡിസ്റ്റൻസ് ഒന്നും തന്നിട്ടില്ല, പക്ഷേ ഫോക്കൽ ലെങ്ത് നിസ്സാരമായി കണ്ടുപിടിക്കാം. കാരണം എന്താണ്? റേഡിയസ് ഓഫ് കർവേച്ചർ. അതിൻ്റെ മലയാളം എന്താണ് മക്കളെ? യെസ്, വക്രത ആരം എത്രയാണ്? 30 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്കറിയാം എഫ് ഈക്വൽ എന്താണ്? R/2 ആണ്. R എന്ന് പറഞ്ഞാൽ 30 ആണ്. 30/2 = 15 സെൻറ്റിമീറ്റർ. സോ ഫോക്കൽ ലെങ്ത് എത്രയായിരിക്കും? -15 സെൻറ്റിമീറ്റർ. ഞാൻ നിങ്ങൾക്ക് എടുത്തെടുത്ത് പറഞ്ഞു തന്ന കാര്യമാണ്. ഒരു കോൺകേവ് മിററിൻ്റെ ഫോക്കൽ ലെങ്ത് എപ്പോഴും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഒരു കോൺകേവ് മിററിൻ്റെ ഫോക്കൽ ലെങ്ത് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. സോ അതുകൊണ്ട് എഫ് എത്രയായിരിക്കും? -15 സെൻറ്റിമീറ്റർ. ക്ലിയർ അല്ലേ? സോ 2 കാര്യങ്ങൾ ആദ്യത്തെ കണ്ടുപിടിച്ചു, യുവും കണ്ടുപിടിച്ചു, അതുപോലെ തന്നെ എഫും കണ്ടുപിടിച്ചു. ഇനി എന്താ കണ്ടുപിടിക്കാനുള്ളത്? വി അഥവാ ഇമേജ് ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് എല്ലാവർക്കും അറിയാം വി = അറിയില്ല. സാർ അങ്ങനെ ഒരു ഇക്വേഷൻ സാറ് പറഞ്ഞു തന്നിട്ടില്ല, പിന്നെ ഞങ്ങൾ എവിടെ നിന്ന് എടുത്ത് എഴുതാനാണ്? തീർച്ചയായും ഞാൻ പറഞ്ഞു തന്നിട്ടില്ല, പക്ഷെ അതുമായി ബന്ധപ്പെടുന്ന ഒരു ഇക്വേഷൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നോക്കണം, 1/f = 1/u + 1/v. ഇങ്ങനൊരു ഇക്വേഷൻ പറഞ്ഞായിട്ട് എൻ്റെ മക്കൾ ഓർക്കുന്നുണ്ടാവും, ഇല്ലെങ്കിൽ ഒന്ന് ഓർക്കുക. ഓക്കെ, സോ 1/v ആണ് കണ്ടുപിടിക്കേണ്ടത്. വി അല്ലേ? അപ്പോൾ 1/v = എന്ത് എഴുതാം? 1/f - 1/u. ശ്രദ്ധിക്കടാ മക്കളെ, ഈ 1/v ഞാൻ അവിടെ നിർത്തി, 1/u ഇങ്ങോട്ട് കൊണ്ടുവന്നു. അത് പ്ലസ് ഇടതുഭാഗത്തോട്ട് വരുമ്പോൾ മൈനസ് ആവില്ലേ? സോ 1/f - 1/u ആയിട്ട് മാറും. ഓക്കെ, സോ 1/v = ഇതിന് ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുവാണ്. യുവിന് ഇങ്ങോട്ടും എഫിന് ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുവാണ്. സോ u - f / താഴെ എന്ത് ചെയ്യും? രണ്ടും കൂടി ഗുണിക്കും. സോ uf. അടുത്ത് v = അപ്പം എന്ത് വരും? uf / u - f. ക്ലിയർ അല്ലേ? സോ v = u എത്രയാണ് മക്കളെ? ശ്രദ്ധിക്കടാ, u എന്ന് പറഞ്ഞാൽ -60 ആണ്. -60 × f എത്രയാണ്? -15 / -60 - f എത്രയാണ്? -15. റെഡി അല്ലേ? കാര്യം മനസ്സിലായില്ലേ? സംശയമില്ലാലോടാ, ആർക്കും തന്നെ സംശയമില്ലാലോ. സെറ്റ് അല്ലേ? ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? ഇനി ശ്രദ്ധിക്കടാ, v = 60 × 15 എത്രയായിരിക്കും വരിക? യെസ്, 4 15 30 90 900 അല്ലേ? 900 / ഇവിടെ നോക്കടാ, -60 -15 -60 + 15 ആയിരിക്കും. സോ -60 + 15 അതുകൂടി നിങ്ങൾക്ക് എഴുതി കാണിക്കുവാണ് കേട്ടോ. സോ 900 / എത്ര വരും? -45 എന്ന് വരും. നമുക്കറിയാം 45 90-ൽ 2 തവണ പോവും. മൈനസ് മുകളിലോട്ട് ഇട്ടാൽ എത്രയായിരിക്കും? v = -20 സെൻറ്റിമീറ്റർ. സോ വി എത്രയാണ്? ഇമേജ് ഡിസ്റ്റൻസ് എത്രയാണ്? -20 സെൻറ്റിമീറ്റർ. അതുകൂടി നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞു. അത് നിങ്ങൾക്ക് വൃത്തിയായി മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. റൈറ്റ്, ഇനി ചോദ്യമുണ്ടോ? ഇനി ചോദ്യമില്ല. സോ ഇത്രയും ചോദ്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന്. ഈ മോഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് പ്രതീക്ഷിക്കേണ്ടത്. സോ എൻ്റെ മക്കൾക്ക് കോൺഫിഡൻ്റ് ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായും കമൻറ്റ് ചെയ്യണം. കാരണം ഇത്രയും വിശദമായി ഞാൻ ഡീറ്റെയിൽ ആയി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനുള്ള എനിക്ക് തിരിച്ചു തരണം നിങ്ങളുടെ സ്നേഹമാണ്. സ്നേഹം എന്തിൻ്റെ രൂപത്തിൽ വേണം? കമൻറ്റുകളുടെ രൂപത്തിൽ വേണം. എല്ലാവരും ഈ ഒരു വീഡിയോനെ പറ്റിയുള്ള വിശദമായ കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് മനസ്സിലാവണം, നിങ്ങൾക്ക് മുഴുവൻ മാർക്കും നേടണം എന്ന് പറഞ്ഞിട്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. ഒരിക്കലും ഒരു ലൈവ് ക്ലാസ്സുകളിലും ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എന്നെ കൊണ്ട് പറയാൻ സാധിക്കില്ല. അതിന് കാരണം സമയത്തിൻ്റെ ലഭ്യത കുറവ് തന്നെയാണ്. ഇവിടെ എനിക്ക് ആ പ്രശ്നമില്ലാത്തതുകൊണ്ട് വിശദമായി പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് എത്രത്തോളം ഈ വീഡിയോ യൂസ്ഫുൾ ആയി എന്നുള്ള കാര്യം എന്തായാലും എല്ലാവരും കമൻറ്റ് ചെയ്യുക. സോ കമൻറ്റുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. കമൻറ്റ് വായിച്ച് എല്ലാവർക്കും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും മക്കളെ. സോ ടേക്ക് കെയർ, ലവ് യു ഓൾ, ബൈ.